ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മാർച്ച് മാസം 25 സഭ ആകമാനം ദൈവമാതാവിനോടുള്ള വചനിപ്പ് പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് അനൗൺസിയേഷൻ കൊണ്ടാടുകയാണ്. നാം എല്ലാവരും ദേവാലയത്തിൽ ദൈവിക സന്നിധിയിൽ ആയിരിക്കേണ്ടുന്ന ഒരു നിമിഷമാണ് വചനിപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത്. സഭ മോറോനായ പെരുന്നാളായി കൊണ്ടാടുന്ന ഒരു ദിവസമാണ് വചനിപ്പ് പെരുന്നാൾ. മോറോനായ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിനോട് അടുത്തത് എന്നാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം പലപ്പോഴും ദേവാലയത്തിലേക്കുള്ള നമ്മുടെ കടന്നുപോക്ക് പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. COVID-19 കൊറോണ വൈറസ് ലോകത്ത് ആകമാനം വളരെയധികം പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ വരുത്തി വച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആകുലതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ ചില നിയമങ്ങൾ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ ജാഗ്രതയോടുകൂടി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യം നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങൾ ആക്കിക്കൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ദേവാലയമാകുന്ന മന്ദിരങ്ങളെ പരിപോഷിപ്പിക്കുവാനും ആത്മീകമായ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നിലനിർത്തുവാനും ഒക്കെ നമ്മുടെ ഈ ജീവിതം, നമ്മുടെ പ്രാർത്ഥനകൾ ഒക്കെ കാരണമായി തീരട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചു കൊള്ളുന്നു. വചനിപ്പ് പെരുന്നാൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖ നസ്രേത്തിലെ ഗലീല പട്ടണത്തിൽ ജീവിച്ചിരുന്ന മറിയാം എന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയുടെ അടുക്കൽ വന്നുകൊണ്ട് ദൈവത്തിന്റെ ജനനത്തെ പറ്റി അറിയിച്ച ദിവസമാണ് നമ്മൾ വചനിപ്പ് പെരുന്നാളായിട്ട് കൊണ്ടാടുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളിൽ ഗബ്രിയേൽ മാലാഖയും കന്യക മറിയാമും തമ്മിലുള്ള സംഭാഷണം അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നുണ്ട്, ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നുണ്ട്, നീ ദൈവപുത്രന്റെ മാതാവായി ഭവിക്കും എന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ സാധാരണക്കാരിയായ പെൺകുട്ടിയോടാണ് വന്ന് അറിയിക്കുന്നത്. എന്നാൽ അത്ര സുഖകരമായ ഒരു വാർത്തയല്ല ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, മറിയാമിന് വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, അവൾ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യഹൂദ നിയമ പശ്ചാത്തലം അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ യഹൂദന്മാരുടെ നിയമം അനുശാസിക്കുന്നത് അവളെ അവളുടെ പിതൃഭവനത്തിൽ കൊണ്ടുചെന്ന് ആക്കുകയും അവളുടെ പിതൃഭവനത്തിലെ ആളുകൾ ആ പിതൃഭവനത്തിൽ വെച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യണം എന്നുള്ള ഒരു നിയമം യഹൂദന്മാരുടെ ഇടയിൽ നിലനിൽക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖ വന്ന് ഈ ഒരു വാർത്ത മറിയാമിനെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ സാഹചര്യത്തിലാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിലും അത്ര സുഖകരമായ ഒരു വാർത്തയല്ല മറിയാം കേൾക്കുന്നത്. അവളുടെ സ്വഭാവശുദ്ധിയെയും അവളുടെ വ്യക്തിത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് അവൾ കേൾക്കുന്നത്. അത് മാത്രമല്ല, 13-14 വയസ്സ് വരെ ദേവാലയത്തിൽ വളർന്ന കന്യക മറിയാമിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ ഈ നിയമം അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മാലാഖയോട് ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ഗബ്രിയേൽ മാലാഖയോട് കന്യക മറിയാം ചോദിക്കുന്നത്. എന്നാൽ ഗബ്രിയേൽ മാലാഖ അവളോട് പറയുന്നുണ്ട്, ഇത് ദൈവഹിതമാണ്, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ആ ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ കന്യക മറിയാമിന് സാധിക്കുന്നുണ്ട്. അവിടെ രക്ഷയുടെ ഒരു പ്രതീകമായി മറിയാമിന്റെ മറുപടി മാറുകയാണ് ചെയ്യുന്നത്. ഏദനിൽ നഷ്ടപ്പെട്ട രക്ഷയുടെ പറുദീസയുടെ അനുഭവം വീണ്ടെടുക്കുവാനായി തൻ്റെ ജീവിതത്തിന്റെ പരിത്യജിക്കലിലൂടെ മറിയാമിന് അവിടെ സാധിക്കുകയാണ് ചെയ്തത്. രക്ഷയുടെ പ്രതീകമായി അനുഭവമായി ജീവിതത്തെ മാറ്റപ്പെടുത്തുവാനായിട്ട് മറിയാമിന് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മറിയാമിന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവിക യോഗ്യതയുടെ ഒരു പ്രതിഫലനം മറിയാമിന്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ദൈവത്തിന്റെ മാതാവായിട്ടാണ് കന്യക മറിയാമിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിന് ദൈവം കൽപ്പിച്ച ചില യോഗ്യതകൾ, ദൈവം കണ്ടിരുന്ന എല്ലാ യോഗ്യതകളും മറിയാമിൽ കണ്ടതുകൊണ്ടാണ് ദൈവത്തിന്റെ മാതാവായി അമ്മയായി മറിയാമിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ എന്ന് പറയുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്നാണ്. ദൈവത്തിന്റെ കൃപ ലഭിക്കുവാൻ കാരണമായ
യോഗ്യതകൾ മറിയാമിന് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ നോഹ എന്ന വ്യക്തിയേക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് എന്ന് 8ഉം 9ഉം വാക്യത്തിൽ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ നീതിമാനായും നിഷ്കളങ്കനായും ജീവിച്ചത് കൊണ്ട് ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം അവന് ലഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ മറിയാമിനെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കയായി, നീതിയുള്ള വ്യക്തിയായി, ദൈവിക സ്നേഹത്തിലൂടെ അവൾ ജീവിച്ചത് കൊണ്ടാണ് അവൾക്ക് ദൈവത്തിന്റെ മാതാവായി തീരുവാനുള്ള കൃപയുടെ അനുഭവം, യോഗ്യത യഹോവയായ ദൈവം നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബേത്തിന് ഇത് 6-ാം മാസം എന്ന് പറയുന്നുണ്ട്. താൻ ദൈവത്തിന്റെ മാതാവാകുവാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിയുമ്പോഴും അവൾ തന്റെ ചാർച്ചക്കാരിയായി എലിസബേത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ അവൾക്ക് ലഭിക്കുവാനായി പോകുന്നുവെന്ന് അറിയുമ്പോൾ അവളെ ശുശ്രൂഷിക്കുവാനായി യഹൂദയിലെ മലനാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ ചിത്രം, ഒരു പ്രതിഫലനം മറിയാമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തെ മനസ്സിലാക്കി രക്ഷയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ദൈവിക യോഗ്യതകളെ, അനുഭവങ്ങളെ, കൃപകളെ പ്രാപിക്കുവാനുള്ള യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതങ്ങളും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.